ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴനാരായണിയും, ദശകം 25, നരസിംഹാവതാരം. തൂണിലാഞ്ഞടിച്ച നേരം അതിഘോര ശബ്ദമുണ്ടായി. ബ്രഹ്മദേവൻ പോലുമൊന്നു ഇളകിപ്പോയി. ഹിരണ്യകശിപുവിൻ്റെ മനസ്സിലും വപൂസിലും ഭയത്തിൻ്റെ വലിയൊരു തിരയിളകി. ക്രുദ്ധനായ അസൂരനും നാലുപാടും കണ്ണോടിക്കെ തൂണിൽ നിന്നും നരസിംഹം അവതരിച്ചു. അമ്പരന്ന അസൂരന്റെ മുന്നിൽ വെച്ചു ഭഗവാനും അത്യദ്ഭുതകരമായി വളർന്നുവല്ലോ. തങ്കത്തിനു സമം ദേഹം, ഉരുട്ടിയ കണ്ണുകളും മഹാഗുഹ പോലെയുള്ള വദനവുമായി വാളുപോലെ രസനയും ഭയങ്കര ദംശങ്ങളും. ഭഗവാനേ, തവ രൂപം വിജയിക്കട്ടെ. ഭയങ്കര കവിളുകൾ, തടിച്ച കഴുത്തും കയ്യും, പ്രഭ ചൊരിഞ്ഞിടുന്നൊരാ നഖങ്ങളുമായി മേഘഗർജനത്തിൻ സമം അട്ടഹാസമുയർത്തിയ തവ വപൂസിനെ നമിച്ചിടുന്നു ഞാനും. ഇവൻ വിഷ്ണു എന്നറിഞ്ഞ അസുരനും ആഞ്ഞടിച്ചു. പിടികൂടി ഭഗവാനും കുരറിയവൻ. വാളും പരിചയുമേന്തി അവൻ വീണ്ടും ചാടി വീണു. വാതാലയേ ശനിദേവ, ആശ്ചര്യം തന്നെ. ഉമ്മറപ്പടി തന്നിലായി ഇരുന്നോരാ ഭഗവാനും അസൂരന്റെ മാറിയിടത്തെ കുത്തിപ്പിളർന്നു. വീണ്ടും വീണ്ടും രക്തപാനം ചെയ്തു നരസിംഹമൂർത്തി. ലോകം വിറയ്ക്കുന്ന വിധം അട്ടഹസിച്ചു. അസൂരന്റെ ജഡത്തെയും വലിച്ചെറിഞ്ഞു ദേവനും. ദൈത്യന്മാരെ യാഗമാനം കടിച്ചുടക്കേ. ആശ്ചര്യം, ഈ ജഗത്തെല്ലാം ആകെ ഇളകി മറിഞ്ഞു. ജ്യോതിർഗോളം പോലും തെറ്റിത്തെറിച്ചുവല്ലോ. രക്തത്താലും മാംസത്താലും അഭിഷിക്തനായി ഹരി കുടൽമാല അണിഞ്ഞട്ടഹാസം മുഴക്കേ. ബ്രഹ്മരുദ്ര ഇന്ദ്രാദികൾ ഭയന്നു വിറച്ചുവല്ലോ. ദൂരെ നിന്നു ഭഗവാനെ സ്തുതി തുടങ്ങി. നിർഭയനായി നരസിംഹ പാദങ്ങളിൽ വീണുവല്ലോ. നിഷ്കളങ്ക ഭക്തനായ പ്രഹ്ലാദനപ്പോൾ നിറഞ്ഞ കാരുണ്യത്തോടെ വരമരുളി ദേവനും. നെറുകയിൽ കൈകൾ വച്ചു അനുഗ്രഹിച്ചു. രൗദ്രവേഷം നടിച്ചോരാ ശുദ്ധസത്വമായ ദേവാ, സീതാപനീയത്തിൽ ഭക്ത്യാ പുകത്തിയോനേ. പ്രഹ്ലാദപ്രിയനായിടും സർവവ്യാപിയാകും ദേവാ, പ്രാർത്ഥിക്കുന്നു മമ രോഗനാശം വരുവാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.